ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ NTPC ഗ്രാജുവേറ്റിന്റെയും അണ്ടർ ഗ്രാജുവേറ്റിന്റെയും നോട്ടിഫിക്കേഷൻ ഔട്ടായി. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് വളരെ അടുത്താണ്. സോ ഇനിയും ഏത് സോൺ സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം വേക്കൻസി ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ ഏത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. വേക്കൻസി 5810 വേക്കൻസിയാണ് 21 RRBകളിലായിട്ട് കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഏത് ഡിഗ്രി ഉള്ളവർക്കും NTPCക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ്. ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് സാലറി ആണ്, എക്സാക്ട് അല്ല. 80,000 വരെ നമുക്ക് കിട്ടാം. B2 എന്ന് പറയുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. സ്റ്റേഷൻ മാസ്റ്റർ സെയിം സാലറി തന്നെയാണ്, A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിനും C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് C2 ആണ്. ട്രാഫിക് അസിസ്റ്റന്റിനും A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവൽ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് തന്നെ നമുക്ക് പോവാം. സോ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും ചെക്ക് ചെയ്യണം. 6/9 ആയിരിക്കണം, 2 ഐക്യം ഉണ്ടായിരിക്കേണ്ടത്. വിത്തൗട്ട് ഗ്ലാസ് ആയിരിക്കണം. നിങ്ങൾ സ്പെക്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം. സ്പെക്സ് ഉള്ളവരാണെങ്കിൽ സ്പെക്സ് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ 2 ഐക്യം 6/9 എന്ന് പറയുന്ന വിഷൻ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ A2 ആണ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അതുപോലെ തന്നെ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും പറയുന്നുണ്ട്. ഈ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിന് കണ്ണട വെച്ചോ വെക്കാതെയോ നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി, 6/9 എന്ന് പറയുന്ന വിഷൻ സ്റ്റാൻഡേർഡ് ഉണ്ടായാൽ മതി. B2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡുകാർക്കും കണ്ണട വെക്കാം, പക്ഷെ എത്രയായിരിക്കണം? വിഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 6/9 6/12 ആയിരിക്കണം. അതുപോലെ തന്നെ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് 4 ഡയോപ്റ്ററിനേക്കാൾ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ B2 നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് C2 എന്ന് പറയുന്നത്. കണ്ണട വെച്ചാലും വെച്ചില്ലെങ്കിലും എന്താണ്, നിൽ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. 6/12 ആയിരിക്കണം ഡിസ്റ്റന്റ് വിഷൻ. നിയർ വിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, വിഷൻ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ A2 ആണോ, A3 ആണോ, B2 ആണോ, C2 ആണോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട് ഏത് സോൺ അപ്ലൈ ചെയ്യണം. ചിലർക്ക് സൗത്ത് റീജിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരാണെങ്കിൽ എന്ത് ജോലി എവിടെ കിട്ടിയാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. സോ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാനിതിൽ കുറച്ചധികം പ്രോബബിലിറ്റീസ് എടുക്കാനുണ്ട്. എന്നാലും നമുക്ക് മെജോറിറ്റി വരുന്ന പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്ത് ജോലി എവിടെയാണെങ്കിലും നോ ഇഷ്യൂസ്, അതായത് പ്രശ്നമില്ല എന്നുള്ളൊരു സംഭവം. ഇതിൽ നോ സ്പെക്സ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. A2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്, നിങ്ങൾക്ക് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ഈ NTPC നോട്ടിഫിക്കേഷനിലെ ഏറ്റവും ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് A2 എന്ന് പറയുന്നത്. അതിന് മുകളിലാണ് A1 എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനൊക്കെ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണുള്ളത്. സോ നോ സ്പെക്സ് എന്നുള്ളൊരു കണ്ടീഷൻ ഞാനിവിടെ പറയുന്നില്ല. കാരണം സ്പെക്സ് വെച്ചിട്ടുള്ളവർക്ക് അത് റിമൂവ് ചെയ്തതിന് ശേഷം A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾ A2 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. സോ സ്പെക്സ് വെക്കാത്ത ആൾക്കാർ A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും നല്ല ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ, എന്താ പറയുക, വിഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന റെയിൽവേ സോൺ എന്ന് പറയുന്നത് ബിലാസ്പൂർ ആണ്. ബിലാസ്പൂർ ആണ്. 864 വേക്കൻസികളാണ്. നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 864 വേക്കൻസികൾ ബിലാസ്പൂർ ഉണ്ട്. എവിടെ പോയും എന്ത് ജോലിയും ചെയ്യാമെന്നുള്ളവർക്ക് ഇതിൽ ആരൊക്കെയുണ്ട്? സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗുഡ്സ് ഗാർഡ് ഉണ്ട്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, ടൈപ്പിസ്റ്റ് പോസ്റ്റുകളുണ്ട്, ട്രെയിൻ ക്ലർക്ക് ഉണ്ട്. ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇല്ല, ബാക്കി എല്ലാ പോസ്റ്റുകളും എന്താണ് ഈ 864 ഉൾപ്പെടും. ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ള ഗ്രാജുവേറ്റിലെ റെയിൽവേ സോൺ ആണ് ബിലാസ്പൂർ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത അപ്ലൈ ചെയ്യാം. കൊൽക്കത്തയിൽ പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കൊൽക്കത്ത RRB ചൂസ് ചെയ്തുകൊണ്ട് എക്സാം എഴുതാം.
ഒരൊറ്റ RRB മാത്രമാണ് ഗ്രാജുവേറ്റിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുക. മൂന്നാമത്തെ പൊസിഷൻ വരുന്നത് റാഞ്ചിയാണ്. 651 വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക്. അതിലെന്താണ് ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളും ഉൾപ്പെടും. കാരണം ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ഗ്രാജുവേറ്റിലെ എല്ലാ പോസ്റ്റുകളിലേക്കും എന്താണ് ഒരേ സാധ്യതകളാണുള്ളത്. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് കുറച്ച് സൗത്ത് റീജിയൻ എന്നല്ല, ഇപ്പൊ വീട്ടിൽ നിന്ന് നമുക്കിപ്പോ ഒരു ദിവസത്തെ ട്രാവൽ കൊണ്ടൊക്കെ നമുക്ക് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എത്താവുന്ന ദൂരത്തിലുള്ളതാണ് മുംബൈ ലൊക്കേഷൻ പറയുന്നത്. 596 വേക്കൻസികളാണ് മുംബൈ എന്ന് പറയുന്നത് വരുന്നത്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന കുറച്ച് സോണുകളാണ്. അതല്ലെങ്കിൽ സൗത്ത് റീജിയനിൽ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വീട്ടിലേക്ക് എത്താൻ പറ്റുന്ന റെയിൽവേ സോണുകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, 596 വേക്കൻസിയാണ് മുംബൈയിലുള്ളത്. മാൾഡ എന്ന് പറയുന്ന 522 വേക്കൻസിയാണുള്ളത്. സെക്കന്ദ്രാബാദ് തെലങ്കാനയിൽ വരുന്നതാണ് 396 വേക്കൻസി ഉണ്ട് അവിടെ. ഭോപ്പാൽ മധ്യപ്രദേശ് വരുന്നതാണ് 382 വേക്കൻസി ഉണ്ട്. അജ്മീർ രാജസ്ഥാനിൽ വരുന്നതാണ് 345 വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂരിലെ 241 വേക്കൻസിയാണ് ഉള്ളത്. ഈ എല്ലാ പോസ്റ്റിനും കൂടെ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ്, അതുപോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ടൈപ്പിസ്റ്റ് പോസ്റ്റുകളെല്ലാം കൂടെ ബാംഗ്ലൂര് 241 വേക്കൻസികളാണ് ഉള്ളത്. ചെന്നൈയില് 187 വേക്കൻസികളാണുള്ളത്. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ളതിലെ ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. TVM ട്രിവാൻഡ്രത്ത് 58 വേക്കൻസി മാത്രമാണുള്ളത്. ശ്രദ്ധിക്കുക, ഭൂരിഭാഗം ആൾക്കാരും ചൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് ബാംഗ്ലൂര്, ചെന്നൈ, ട്രിവാൻഡ്രമാണ്. അതിലെ ട്രിവാൻഡ്രത്തെ വേക്കൻസി 58 വേക്കൻസി മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റുകൾക്കും ക്യുമുലേറ്റീവ് ആയിട്ട് നമുക്കുള്ളൂ. ടോട്ടൽ വേക്കൻസി 58 ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്ത് ജോലി എവിടെയാണെങ്കിലും ചെയ്യാം. പക്ഷേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B2 അല്ലെങ്കിൽ C2 ആണ്. സ്പെക്സും ഉണ്ട്. ഓക്കെ, സ്പെക്സ് ഉണ്ട് ഇല്ല അത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ B2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ C2 എന്ന് പറയുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നമുക്കറിയാം B2 C2 എന്ന് പറയുന്നത് ഏതൊക്കെ കാറ്റഗറിക്ക് വരുന്നത്? B2 എന്ന് പറയുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും C2 എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ് വരുന്നത് അല്ലേ. അതായത് നമുക്ക് ടിക്കറ്റ് സൂപ്പർവൈസറും ടൈപ്പിസ്റ്റ് പോസ്റ്റുകളും മാത്രമാണ് B2 C2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ആസ്പിരന്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ വേക്കൻസികൾ ഏറ്റവും കൂടുതലുള്ളത് കൊൽക്കത്തയിലാണ്. എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാമല്ലോ. കൊൽക്കത്തയിലാണ് 372 വേക്കൻസി. പിന്നെ വരുന്നത് മുംബൈയിലാണ് 189 വേക്കൻസിയാണ്. ഏതിനൊക്കെ? ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, അതുപോലെ തന്നെ 2 ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്കും ടോട്ടൽ ആയിട്ട് വരുന്ന വേക്കൻസി. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മുംബൈ 189 ഉണ്ട്. അജ്മീർ 169 ഉണ്ട്. സെക്കന്ദ്രാബാദ് തെലങ്കാനയിൽ വരുന്നത് 132 വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂര് 71 വേക്കൻസിയാണ് എന്തിന് വരുന്നത്? ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്കും അതുപോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിനും കൂടെ 71 വേക്കൻസി ആണുള്ളത്. ഓക്കെ അല്ലേ? ചെന്നൈയിൽ 182 വേക്കൻസി ടൈപ്പിസ്റ്റ് പോസ്റ്റിന്, അതുപോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഇതെല്ലാം കൂടെ 182 വേക്കൻസിയാണ്. എന്ത് വരുന്നത്? B2 C2 എന്ന് പറയുന്ന ലോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യുമ്പോൾ ലോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകൾക്ക് ചെന്നൈയിൽ 182 വേക്കൻസി ഉണ്ട്. ട്രിവാൻഡ്രത്ത് ആകെയുള്ളത് 14 അതിലേക്ക് നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ചെന്നൈ നല്ലൊരു ഓപ്ഷനാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ചെന്നൈയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കട്ട് ഓഫ് കൂടാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇതൊന്നും ഈ ഒരു ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കാം. ഇത്രയുമാണ് ഇതെന്ന് പറയുന്നത്. എന്ത് ജോലി എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയെന്നുള്ളവർക്കുള്ള പ്രിഫറൻസ് ഞാൻ പറഞ്ഞു. മുംബൈ നല്ലൊരു ഓപ്ഷനാണ്. സെക്കന്ദ്രാബാദ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, മുംബൈയിൽ കമ്പയറിംഗ് ടു അതർ RRBs കോമ്പറ്റീഷൻ കുറച്ച് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സെക്കന്ദ്രാബാദ് അത്ര വരാനുള്ള ഒരു സാധ്യതയില്ല. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവുള്ളവർക്ക് പറ്റുന്ന പോസ്റ്റുകളും ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിന്റെ വേക്കൻസി, ആ ലിമിറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ പറഞ്ഞു, അതിന്റെ വേക്കൻസി പ്രകാരമാണ് നമ്മൾ ആ സോണുകൾ പ്രിഫറൻസ് അനുസരിച്ച് ടോപ്പ് ടു ബോട്ടം ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് സാലറി റേഞ്ച്. ഞാൻ ഗ്രാജുവേറ്റിന്റെ കേസാണ് പറയുന്നത്. സാലറി റേഞ്ച് അപ്രോക്സിമേറ്റ് സാലറി 50,000 വരെ കിട്ടുന്ന പോസ്റ്റുകളുണ്ട്. ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ്. C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അതായത് ജൂനിയർ സീനിയർ ടൈപ്പിസ്റ്റ് C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് മതി. അതിന്റെ സാലറിയാണ് അപ്രോക്സിമേറ്റ് 50,000. ഇനി 80,000 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് സാലറി കിട്ടുന്ന പോസ്റ്റുകൾ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ,
ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. ഇവരുടെയൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറും. CCTS എന്ന് പറയുന്ന ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്ക് B2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. സോ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സാലറി ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 എന്ന് പറയുന്ന ഈ സാലറിയിലുള്ള റേഞ്ചിലുള്ള പോസ്റ്റുകൾ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഈ സാലറി റേഞ്ചിലുള്ള ടൈപ്പിസ്റ്റ് പോസ്റ്റുകളുടെ വേക്കൻസി ഏറ്റവും കൂടുതലുള്ളത് കൊൽക്കത്തയിലാണ്, 310 വേക്കൻസി. ചണ്ഡീഗഡ് 199 ആണ്. C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ടൈപ്പിസ്റ്റ് പോസ്റ്റുകളുടെ വേക്കൻസി സദേൺ സോണിലേക്ക് വരുമ്പോൾ വേക്കൻസി കൂടുതൽ ചെന്നൈയിലാണ്, 176 വേക്കൻസി. 50,000 റേഞ്ചിൽ സാലറി ഉള്ള ജോലിയാണ് പറയുന്നത്. മുംബൈ 171 ആണ്. അജ്മീർ ഉണ്ട് 160. സെക്കന്ദരാബാദ് 98 വേക്കൻസിയാണുള്ളത്. ബാംഗ്ലൂര് 61 വേക്കൻസിയാണുള്ളത്. ഭോപ്പാൽ ഉണ്ട്, മാൾഡ ഉണ്ട്, ഭുവനേശ്വർ, റാഞ്ചി, ട്രിവാൻഡ്രത്ത് ആകെ 10 വേക്കൻസികളാണ് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് വരുന്നത്. മനസ്സിലായല്ലോ? ടൈപ്പിസ്റ്റ് പോസ്റ്റുകളുടെ കേസ് മാത്രമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 80,000 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് സാലറി നമുക്കറിയാം. സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഇവർക്കൊക്കെ വരുന്ന അപ്രോക്സിമേറ്റ് സാലറിയാണ് 80,000 എന്ന് പറയുന്നത്. അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡും ഹൈ ആണ്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം ഈ രണ്ടുപേർക്ക്. CCTS എന്ത് വേണം? B2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം. അപ്പോ ആ ഒരു പോസ്റ്റുകളുടെ വേക്കൻസി ഏറ്റവും കൂടുതൽ വരുന്നത് ബിലാസ്പൂരിലാണ്, 847 വേക്കൻസി ഉണ്ട്. സെക്കൻഡ് പൊസിഷൻ റാഞ്ചി ഉണ്ട്, മാൾഡ ഉണ്ട്. നമുക്ക് തൊട്ട് നിയർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ മുംബൈ 425 വേക്കൻസി ഉണ്ട്. ഈ 425 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഭോപ്പാൽ ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്. അതുപോലെ തന്നെ സെക്കന്ദരാബാദ് തെലങ്കാന സ്റ്റേറ്റിലുള്ള 298 വേക്കൻസിയാണുള്ളത്. സോ നിങ്ങൾക്ക് സാലറി ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഹൈ സാലറി വേണം, എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാം, കൂടുതൽ സാലറി വേണം, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓക്കെ ആണ്, വിഷനും കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്നുണ്ടെങ്കിൽ സെക്കന്ദരാബാദ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, മുംബൈയും നല്ലൊരു ഓപ്ഷനാണ്. ബിലാസ്പൂരും റാഞ്ചിയും മോശം ഓപ്ഷൻസ് അല്ല. പക്ഷെ എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് 1-1.5 ദിവസം കൊണ്ടോ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലെത്താവുന്ന ദൂരത്തിലുള്ള ഒരു പ്ലേസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മുംബൈയും സെക്കന്ദരാബാദും ഓക്കെയാണ്. ഭുവനേശ്വർ ഉണ്ട്, അജ്മീർ ഉണ്ട്, ബാംഗ്ലൂർ 180 വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂർ അത്യാവശ്യം നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. സോണിന്റെ കേസിൽ ട്രിവാൻഡ്രം 48 വേക്കൻസിയാണുള്ളത്. ചെന്നൈ 11 വേക്കൻസിയാണ്. ചണ്ഡീഗഡിന്റെ കേസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ചെന്നൈ 11 വേക്കൻസി. അപ്പൊ ഇങ്ങനെയാണ് സാലറി റേഞ്ച് നോക്കുകയാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം ഓർഡറിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഗ്രാജുവേറ്റിന്റെ കേസ് ഇങ്ങനെയാണ് വരുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഈ സോണുകളൊക്കെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഏകദേശം ഒരു ധാരണയാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. ട്രിവാൻഡ്രം അറിയാം, ബാംഗ്ലൂര്, ചെന്നൈ ഇവിടെയാണ് വരുന്നത്. നമുക്കറിയാം സെക്കന്ദരാബാദ് ഈ പൊസിഷനാണ്. മുംബൈ, അതുപോലെ തന്നെ നിങ്ങൾ ബിലാസ്പൂർ ഇവിടെയാണ് വരുന്നത്, അതായത് ഛത്തീസ്ഗഡിലാണ് വരുന്നത്. നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ കേട്ടറിവില്ലാത്തതാണ് മാൾഡ എന്ന് പറയുന്നത്. ഇത് വെസ്റ്റ് ബംഗാളിന്റെ ഒരു എഡ്ജിലാണ് വരുന്നത്. മാൾഡ വരുന്നത്. ഭോപ്പാൽ പറഞ്ഞു നമ്മൾ, ഭോപ്പാൽ മധ്യപ്രദേശാണ്. അജ്മീർ വരുന്നത് ഇവിടെയാണ്. അതായത് നോർത്ത് സൈഡിലേക്ക് വരുന്ന സോണുകളും സൗത്ത് സൈഡിലേക്ക് വരുന്ന സോണുകളും മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഏകദേശം ഇന്ത്യയുടെ മാപ്പിൽ ഇങ്ങനെയാണ് ഏകദേശം എന്ത് ചെയ്യുന്നത്, സോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ബേസിക് ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏകദേശം ഗ്രാജുവേറ്റിന്റെ കേസുകൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സാലറി റേഞ്ചിലും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ജോലി എവിടെയാണെങ്കിലും കുഴപ്പമില്ല, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓക്കെ ആണെന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. അടുത്തെന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 27-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യണം. 27th അപ്ലൈ ചെയ്യണം. 3058 വേക്കൻസികൾ ഉണ്ട്. +2 വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 30 വയസ്സ് വരെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക്, OBCക്ക് 3 വർഷം, SC/STക്ക് 5 വർഷം. അങ്ങനെയാണല്ലോ. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് അപ്രോക്സിമേറ്റ് സാലറി ഒരു 55 to 60 ഉണ്ടായിരിക്കില്ല, ഒരു 50 to 55K ആയിരിക്കും. എന്തെന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്നത്. B2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അക്കൗണ്ട്സ് ക്ലർക്കം ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് രണ്ടിനും C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ട്രെയിൻ ക്ലർക്കിന് A3 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. നമ്മൾ പറഞ്ഞു ഇത് കമ്പയറിംഗ് ടു സ്റ്റേഷൻ മാസ്റ്ററും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലോ മെഡിക്കൽ സ്റ്റാൻഡേർഡുകളാണ് B2ഉം C2 ഒക്കെ. അതായത് സ്പെക്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ വിഷൻ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ആസ് ഓൾവേസ് എന്ത് ജോലി എവിടെയാണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റിന്റെ കേസാണ് പറയുന്നത്. നിങ്ങൾ എവിടെ പോയി വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് B2ഓ C2ഓ A3ഓ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്
എന്താണ് ഏത് ജോലി എവിടെയാണെങ്കിലും വേക്കൻസി ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 499 വേക്കൻസിയാണുള്ളത്. മുംബൈയിലുണ്ട് 494 വേക്കൻസി. പ്രയാഗ്രാജ് 303 വേക്കൻസി. പ്രയാഗ്രാജ് സോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെക്കന്ദരാബാദ് 272 വേക്കൻസി സെക്കന്ദരാബാദിലുണ്ട്. മാൾഡ 196 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം 86 വേക്കൻസി മാത്രമാണ് ട്രിവാൻഡ്രത്ത് അണ്ടർ ഗ്രാജുവേറ്റിനുള്ളത്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റിനുള്ളത്. ചെന്നൈയിൽ 80 വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂര് 54 വേക്കൻസിയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് സൗത്ത് സൈഡ് തന്നെ വേണം എന്നാണെന്നുണ്ടെങ്കിൽ സൗത്ത് സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെക്കന്ദരാബാദ് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അടുത്താണ് വേണ്ടമെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂര്, ട്രിവാൻഡ്രം. കൂടുതലും ആൾക്കാർ എന്താണ് ചെന്നൈ, ബാംഗ്ലൂര്, ട്രിവാൻഡ്രം. നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ള ആൾക്കാർ ചെന്നൈ, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ ഇത് തന്നെയാണ് ചൂസ് ചെയ്യുള്ളൂ. അതായത് വെറും 2 അക്ക സംഖ്യകൾ മാത്രമാണ് ഇവിടുത്തെ വേക്കൻസി എന്ന് പറയുന്നത്. അത്രയും കോമ്പറ്റീഷൻ വരാം. ഇതേ മൈൻഡ് സെറ്റോട് കൂടി അവിടെ അപ്ലൈ ചെയ്യാതിരുന്നാൽ അവിടുത്തെ കോമ്പറ്റീഷൻ കുറയും ചെയ്യാം. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. അതുപോലെ തന്നെ സാലറി റേഞ്ചിന്റെ കേസിൽ നമുക്ക് നോക്കാം. 35,000 അപ്രോക്സിമേറ്റ് സാലറി വരുന്ന പോസ്റ്റുകളാണ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ. അതുപോലെ തന്നെ 60,000 റേഞ്ചിലേക്ക് സാലറി വരുന്നതാണ് CCTC എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ വരും. അതുപോലെ തന്നെ ടിക്കറ്റ് എക്സാമിനർ എന്ന് പറയുന്ന 2 കാറ്റഗറി ഒക്കെ CCTC ആയതിനു ശേഷമാണ് വരുന്നത്. അപ്പോ 35,000 റേഞ്ചിലാണ് നിങ്ങൾക്ക് സാലറി ആണ്. എവിടെ പോയി വേണമെങ്കിലും ജോലി ചെയ്യാം. പക്ഷെ നമുക്ക് എന്താണ് ഈ 35,000 റേഞ്ചിലുള്ള ആ ഒരു റേഞ്ചിലുള്ള പോസ്റ്റുകൾ മാത്രം മതി. ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ മതി എങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി കൊൽക്കത്തയാണ്. മുംബൈ 133 വേക്കൻസി. അജ്മീർ ഉണ്ട്. ചെന്നൈ 59 വേക്കൻസി. ബാംഗ്ലൂർ 22 വേക്കൻസി. സെക്കന്ദരാബാദ് 21. ട്രിവാൻഡ്രം 10 വേക്കൻസിയാണ് ക്ലറിക്കൽ പോസ്റ്റുകൾക്ക് അണ്ടർ ഗ്രാജുവേറ്റിനുള്ളത്. ഇനി നിങ്ങൾക്ക് CCTC പോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ CCTC എന്ന് പറയുന്ന പോസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 60,000 എന്ന് പറയുന്ന സാലറി റേഞ്ചിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുംബൈ ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. 361 വേക്കൻസി. കൊൽക്കത്തയുണ്ട്, പ്രയാഗ്രാജ് ഉണ്ട്. സെക്കന്ദരാബാദ് 251 വേക്കൻസി ഉണ്ട്. സെക്കന്ദരാബാദ് നല്ലൊരു ഓപ്ഷനാണ്. മാൾഡ 189. ട്രിവാൻഡ്രം 83 വേക്കൻസി. ബാംഗ്ലൂർ 32. ചെന്നൈ 21. മൊത്തത്തില് ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ശോകമാണ് വേക്കൻസിയുടെ കേസിൽ. സോ നമ്മൾ കുറച്ച് വയസ്സായിട്ട് എന്ത് ചെയ്യാം, വയസ്സായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം കേട്ടോ. ഏത് സോൺ വേണം എന്നുള്ളതിൽ നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്. സോ ചാടിക്കേറി നമുക്ക് ഇപ്പോൾ പലർക്കും ഉണ്ടായിരിക്കാം വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരിക്കാം. ഇപ്പൊ ട്രിവാൻഡ്രം സോൺ സെലക്ട് ചെയ്താലും എന്താണ് നമുക്ക് കേരളത്തിൽ തന്നെ ജോലി കിട്ടണമെന്നില്ല. തമിഴ്നാട്ടിലുള്ള ബാക്കിയുള്ള ഡിവിഷനുകളിൽ ജോലി വരാം. അത് RRB തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ചെന്നൈ സോൺ സെലക്ട് ചെയ്താൽ ചെന്നൈയിൽ തമിഴ്നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നില്ല. എന്താണ് നമ്മുടെ കേരളത്തിലുള്ള ബാക്കിയുള്ള സ്റ്റേഷനുകളിലും വർക്ക് വരാം. കാരണം ഇതെല്ലാം വരുന്ന എന്താണ് സദേൺ റെയിൽവേയുടെ കീഴിൽ വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ടും എന്ത് ചെയ്യാം, ഡെസിഗ്നേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ? സാലറി റേഞ്ചിലും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരുന്നത്, ഇതിനെ ടോപ്പ് ടു ബോട്ടം ഓർഡർ വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് എങ്ങനെയൊക്കെയാണ് വേക്കൻസി വരുന്നത്. ഇനി എന്താണ്, ഇനി കംപ്ലീറ്റ്ലി നിങ്ങളാണ് ഇതിന്റെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളാണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. ഇതാണ് എന്ത് പറയുന്നത്, സാലറി റേഞ്ചിലുള്ള ഓരോ സോണിന്റെ വേക്കൻസികളും അതുപോലെ തന്നെ ഏത് സോണിൽ ഏതെങ്കിലും ഒരു ജോലി എവിടെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള മനോഭാവത്തിൽ ഇരിക്കുകയാണെങ്കിലും അവർക്ക് പറ്റുന്ന വേക്കൻസി റേഞ്ചിലുള്ള സോണുകളുടെ കറക്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നോക്കിയിട്ട് ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം കട്ട് ഓഫ് ഒക്കെ ഭയങ്കര മാരകമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാവാറില്ല. ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമാണ് സോണുകൾക്ക് അനുസരിച്ച് കട്ട് ഓഫിൽ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ എന്തായാലും പഠിക്കണം. 100% സിലബസ് കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. അതുപോലെ തന്നെ റിവിഷൻ ചെയ്യണം. ഇതിനെല്ലാമായിട്ടുള്ള ഓഫ്ലൈൻ ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ തന്നെ നമ്മൾ സൈലത്തിന്റെ തന്നെ ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. SSCയും റെയിൽവേ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും പഠിക്കാം. അതിന്റെ ഫ്രീ വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നവംബർ 10 വരെ ഫ്രീ വർക്ക്ഷോപ്പ് ഉണ്ട്. ഫ്രീ വർക്ക്ഷോപ്പ് ട്രിവാൻഡ്രം, ആലപ്പുഴ, കോഴിക്കോട്, അതുപോലെ തന്നെ എറണാകുളം, പാലക്കാടുള്ള സൈലത്തിന്റെ ഓഫ്ലൈൻ ക്യാമ്പസുകളിലാണ് വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും NTPCയുടെ ബാച്ച് പർച്ചേസ് ചെയ്തുകൊണ്ട് പഠിക്കാം. കാരണം എന്തായാലും ഇനി കുറച്ച് സമയം കിട്ടും നമുക്ക് പഠിക്കാനായിട്ട്. അത് വെച്ചിട്ട് നമ്മൾ പതുക്കെ പഠിച്ചാൽ പോരാ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓൺലൈനായിട്ടും പഠിക്കാം, ഓഫ്ലൈൻ ആയിട്ടും പഠിക്കാം. സോ അതിനുള്ള ബാച്ചുകളെല്ലാം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്.
സോ നിങ്ങൾ ജോയിൻ ചെയ്ത് അതിൽ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വ്യക്തമാക്കിയിട്ടും അത്രയും അധികം ശക്തമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.